സീഷർ അടിച്ച ഒരു പേഷ്യൻറ്റിനെ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ലെഫ്റ്റ് സൈഡിൽ ചരിച്ച് കിടത്തുക. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് വരും വായിന്ന്. ഈ ഫ്ലൂയിഡ് ഒരിക്കലും റെസ്പിറേറ്ററി ട്രാക്കിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചരിച്ച് കിടത്തുന്നത്. അങ്ങനെ ചരിച്ച് കിടത്തുമ്പോൾ ഫ്ലൂയിഡ് വെളിയിൽ പോകും. ഇത് റെസ്പിറേറ്ററി ട്രാക്കിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ലങ്സിൽ ചെല്ലും. ലങ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ അല്ല, സഡൻ പോവും, ആണ് മരിച്ചു പോകും. പിന്നെ O2 ലെവൽ കുറയല്ലേ, ഇനഫായിട്ടുള്ള ഓക്സിജൻ ബ്ലഡിൽ കിട്ടില്ല, ലങ്സ് കൊളാപ്സ് ആയി പോവും, ആൾ മരിച്ചു പോകും. അതുകൊണ്ടാണ് സീഷർ വരുന്ന ഒരു പേഷ്യൻറ്റിനെ എപ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡ് ചരിച്ചിങ്ങനെ കിടത്തണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചിലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഈ ആംബുലൻസ് വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓടി അവിടെ നമ്മളിങ്ങനെ മാക്സിമം പറ്റാവുന്ന അത്രയും വേഗത്തിൽ നമ്മളവിടെ എത്തും. അതിന് നമ്മുടെ ജീവൻ നോക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസും അവിടെ ഇല്ല ഒരു വണ്ടിയിൽ. നമ്മൾ ഈ 100, 120, 130 അറിഞ്ഞ് കത്തിച്ച് പോകുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ജീവൻ പോലും നോക്കുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ആ ഒരു അഡ്രിനാലിൻ്റെ സ്പൈക്കാണ് ആ ടൈമിൽ ഹെഡിൽ. എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നൊരു മൈൻഡിലാണ് നമ്മൾ പോവുക. പേഷ്യൻറ്റിനെ കയറ്റി കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിഞ്ഞു നോക്കും.